ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കറക്റ്റ് തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ സത്യമായിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കറക്റ്റ് തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? ഞാൻ ഇവിടെ നല്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയുടെ ഫോൺ പിടിച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയുടെ ഫോണ് ബാഗിലുണ്ടെന്ന് സ്കൂളിലെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപകൻ പരിശോധിച്ചപ്പോൾ ഫോൺ ബാഗിൽ നിന്ന് കിട്ടുകയും അത് പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായത്. അതിനെതിരെ വിദ്യാർത്ഥി കയർക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ വിദ്യാർത്ഥി പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും ഇന്ന് കേരളക്കാരെ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മെച്ചകരമായ രീതിയിലാണ് ഒരു പ്രധാന അധ്യാപകനോട് തന്നെ ഈ വിദ്യാർത്ഥി സംസാരിക്കുന്നത്. പുറത്ത് കിട്ടിയാൽ ഞാൻ തട്ടിക്കളയും എന്നിവരെ ഈ വിദ്യാർത്ഥി ഒരു പ്രധാന അധ്യാപകന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇനി വീഡിയോ വേണമെങ്കിൽ താൻ എടുത്തോ എന്നും താൻ എന്നെ ഇവിടെയിട്ട് മെന്റൽ ഹരാസ്മെന്റ് നടത്തിയെന്ന് ഞാൻ പുറത്ത് പറഞ്ഞ് പരത്തുമെന്നും തക്കം കിട്ടിയാൽ ഞാൻ കാര്യം തീർത്ത് കളയുമെന്ന് വരെ പറയാനുള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? ആ വീട്ടുകാരും അതുപോലെ തന്നെ നമ്മളും തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥിയുടെ വാക്കുകളിൽ ഒരു ഫോൺ പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്രയും രൂക്ഷമായ രീതിയിൽ ആ വിദ്യാർത്ഥി പ്രതികരിക്കേണ്ട ഒരു ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ആ പ്രധാന അധ്യാപകനെ തെറി പറയുന്ന വീഡിയോ മറ്റ് അധ്യാപകർ വീഡിയോ പകർത്തുകയും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ആ വീഡിയോ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അതുപോലെ തന്നെ ഈ സംഭവത്തെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും ഈ കാര്യത്തെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാം ആ വിദ്യാർത്ഥി ചെയ്തത് വളരെ മോശകരമായ ഒരവസ്ഥയാണ്. എന്നാൽ ആ വിദ്യാർത്ഥിക്ക് ഒരു 16-17 വയസ്സ് മാത്രമുള്ള ഒരു +1 വിദ്യാർത്ഥിയാണത്. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം തന്നെ തുലാസിലാകുന്ന ഒരു മട്ടിലാണ് സ്കൂൾ അധികൃതർ ആ വീഡിയോ പുറത്തുവിട്ടത്. അതും മോശകരമായി പോയി എന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ. അതിനെതിരെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും എല്ലാം റിപ്പോർട്ട് തേടിയ ഒരു അവസ്ഥയിൽ ഇപ്പോൾ രണ്ട് വശം വന്നിരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ വിദ്യാർത്ഥിയുടെ ഭാഗത്തും മറ്റു കുറച്ച് ആൾക്കാർ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി ചെയ്തത് അത്യന്തം മോശകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് എന്നതിൽ ആർക്കും തന്നെ സംശയമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി അവർക്ക് കുട്ടിക്ക് നല്ലൊരു സൈക്കോളജിക്കൽ ക്ലാസ്സും അതുപോലെ തന്നെ മാതാപിതാക്കളെ ഉപദേശിക്കുകയും ചെയ്യുന്നതിന് പകരം ആ സ്കൂൾ അധികൃതർ ആ കുട്ടിയോട് ചെയ്തതും തെറ്റായിപ്പോയി എന്ന് വളരെ സ്നേഹപുരസരം നമുക്ക് പറയാനുണ്ട്. കാരണം ഇത്തരം വിദ്യാർത്ഥികളെ നമ്മൾ തിരുത്തുക എന്നാണ് അധ്യാപകർ ചെയ്യേണ്ടത്. അല്ലാതെ അത്തരം വിദ്യാർത്ഥികളുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് പ്രചരിപ്പിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് ആ സ്കൂളിനോ ആ സ്കൂൾ അധികൃതർക്കോ കിട്ടിയത് എന്നുള്ളത് തീർച്ചയായിട്ടും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും ഇപ്പോൾ വിശദീകരണം തേടിയത് എന്നാണ് കാര്യങ്ങൾ ഏവർക്കും മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥി ഒരു ക്ലാസ് കൊണ്ട് മാറി വരികയാണെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉപദേശങ്ങൾ കൊണ്ട് തിരുത്തപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നും ആ കുട്ടിക്ക് നാളെ ഭാവിയിൽ നല്ലൊരു പൗരനായി ഇന്ത്യയുടെ നല്ലൊരു പൗരത്വത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹം തുടർന്നുള്ള സമൂഹത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ സ്കൂളിനും എല്ലാം നല്ലത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സ്കൂൾ അധികൃതർക്കും മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും